ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ടോം. അപ്പോൾ തന്നെ നമ്മളിന്ന് സൺഡേ ഔട്ടിങ്ങിനൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നേരെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞാണ്ട് ഓട്ടോയിൽ കയറി ഒരു ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായി. അവർ കൊടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ ജ്യൂസ് കുടിക്കാമെന്ന് ഓർത്ത് അവിടെ വന്നു. അപ്പം നമ്മൾ തന്നെ ജ്യൂസ് കുടിക്കാൻ സെറ്റായി ഗായ്സ്. അവർക്ക് വളരെ വിഷമമുണ്ട്. കോളേജ് മിസ് ചെയ്യില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് മിസ് ചെയ്യും. സോറി ഏട്ടാ. ജ്യൂസ് പിന്നെ നമ്മൾ എല്ലാവരും ജ്യൂസും കുടിച്ചതാണ്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പ് സാധനങ്ങളും പിന്നെ അല്ലറ ചില്ലറ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. അപ്പം തന്നെ അവിടെ കുറേ മാങ്ങ കണ്ടു. അപ്പം അത് വാങ്ങി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗായ്സ്. ഒരു രക്ഷയില്ല, നല്ല മാങ്ങയായിരുന്നു. ഉപ്പും മുളകും കൂടെ ഇട്ട് അതിലെങ്ങനെയാണ് നമ്മൾ മാളി വന്നുണ്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടി. അപ്പം തന്നെ നാട് ഒരു വണ്ടിയിലാണ് ഇങ്ങനെ പോകുന്നത് കണ്ട് ഗായ്സ്. അപ്പത്തേനും നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഫാൽക്കൺസിൽ ഓരോ പ്രോഗ്രാം ചെയ്താൽ അതുപോലെ കോർഡിനേറ്റ് ചെയ്യണം. ഏറ്റവും ഞാൻ ഇറങ്ങുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എല്ലാം നിങ്ങൾ കോർഡിനേറ്റ് അതുപോലെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫുഡ് ടീം അല്ല, ടോമിന്റെ പപ്പയുടെ കൂടെ ഫുഡ് ടീമിൽ ഞാൻ അങ്ങനെ എല്ലാ ഫുഡും ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ മാളി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ സംസാരിച്ച് പെറുകയൊക്കെ നടന്നപ്പോൾ പിന്നെ അവിടെ ഗെയിം സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി തലയൊക്കെ ഇട്ട് നോക്കി. അതെല്ലാം കഴിഞ്ഞാണ്ട് നടന്നു വരുന്ന വഴി തന്നെ ഐസ്ക്രീം കണ്ടു. എന്നാൽ പിന്നെ അത് വാങ്ങാൻ ഓർത്തപ്പോൾ അവർക്ക് തരാൻ ഭയങ്കര മടി, ഭയങ്കര കോപ്രായം കാണിക്കലായിരുന്നു. അതായത് ശ്രീലക്ഷ്മിയും മേടിച്ച്, അതായത് ശ്രീലക്ഷ്മിയുടെ അടുത്തും കോപ്രായം കാണിച്ച്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഭ്രാന്ത് പിടിക്കുമായിരുന്നു. ഒരു ഐസ്ക്രീമിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. അതായത് നന്ദനെ ഇട്ട് വട്ടം കറുപ്പിക്കുമായിരുന്നു പുള്ളിക്കാരൻ. പക്ഷെ സംഭവം നൈസ് ഐസ്ക്രീം ആയിരുന്നു ഗൈസ്. പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് തന്നെ നിന്ന് ഓർഡർ ചെയ്ത് അതിനകത്ത് കയറി തന്നെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ. പിന്നെ അത് പിന്നെ ആസ്വദിച്ച് പതുക്കെ ഇരുന്ന് നമ്മൾ കഴിച്ച് സെറ്റായി ഗൈസ്. കില്ലുവിൻ്റെ അമ്മാവൻ വന്നിട്ടുണ്ട്. അമ്മാവൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കില്ലു അവളുടെ അമ്മാവൻ വന്നത് രാവിലത്തെ വണ്ടിക്കല്ലേ അമ്മാവൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മാവനെ ഡയറക്റ്റ് ബാംഗ്ലൂർ അല്ലേ കില്ലു അല്ലേ പറ. രാവിലത്തെ വണ്ടിക്കല്ലേ അമ്മാവൻ വന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അല്ലെങ്കിൽ നമ്മൾ ഇതാണ് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം ഗൈസ്. അവിടെ ഒരാൾ വിഷമിച്ചിരിക്കുകയാണ്. ഇയാളുടെ മുഖം കാണുന്നില്ല. മുഖം എന്തിയേ, മുഖം നോക്കാവോന്ന്. പൂക്കി ക്ലിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പൂക്കി കിടന്ന് കരയോ ഗൈസ്. ഞാനല്ല, പക്ഷെ ഞാനല്ല, ഇവളല്ല, വേറൊരു പൂക്കിയുണ്ട് ഈ സെന്ററിൽ നിൽക്കുന്ന ഈ പൂക്കി.